ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പന്തക്കുസ്ത തിരുനാൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരുനാളാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വചനങ്ങളിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അയക്കുകയും ചെയ്യും. ഈ സഹായകനെ ലോകം അറിയുന്നില്ല, എന്നാൽ നിങ്ങൾ അറിയും, കാരണം ഈ സഹായകൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. ഈ സഹായകനെ ശിഷ്യന്മാർ ആദ്യമായി സ്വീകരിച്ച ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ദിവസം. യേശുവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസം വാഗ്ദാനം ചെയ്തതുപോലെ ഈശോ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനം നമ്മിൽ നിറവേറും. ഈ പ്രത്യാശയോടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, കാത്തിരുന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-5 വചനങ്ങളിൽ ഈശോ വീണ്ടും ഇത് തന്നെ പറയുന്നു, പിതാവിന്റെ വാഗ്ദാനം സ്വീകരിക്കാനായി നിങ്ങൾ കാത്തിരിക്കുവിൻ. കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് ഏറ്റവും അടുത്ത് നിന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-38 വരെയുള്ള വചനങ്ങളിൽ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും. അത്യുന്നതന്റെ ശക്തി ആവസിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതിനാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈ പരിശുദ്ധാത്മാവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്ത് അമ്മയെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് അമ്മയുടെ ഉദരത്തിലായിരുന്ന ശിശു കുതിച്ചു ചാടി. എലിസബത്ത് അമ്മയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതിന് കാരണം അവരുടെ മുമ്പിൽ നിന്ന പരിശുദ്ധാമ്മയുടെ സാന്നിധ്യമായിരുന്നു. പരിശുദ്ധാത്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. പന്തക്കുസ്ത തിരുനാൾ ദിവസം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പരിശുദ്ധ അമ്മ അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവർ ശക്തിപ്പെടുത്തുന്നതും ഒരുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ പരിശുദ്ധ അമ്മ നമ്മെ ഒരുക്കിയാൽ, ഈ പരിശുദ്ധ അമ്മ നമ്മളോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ നമുക്ക് എളുപ്പമാകും. മൂന്നാമതായി, വചനം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവിന് നൽകുവാൻ യേശുവിന്റെ വാക്കുകൾക്ക് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 34 മുതൽ 43 വരെയുള്ള വചനങ്ങളിൽ കൊർണേലിയൂസിന്റെ ഭവനത്തിൽ പത്രോസ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. അവർ വിജാതിയരായിരുന്നു, അവർ മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും വിശുദ്ധ പത്രോസിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ആ വചനം കേട്ടുകൊണ്ടിരുന്ന അതേ സമയത്ത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44-45 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, കൊർണേലിയൂസിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്ന അവര് വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു. അവർ വിജാതിയരായിരുന്നു, എന്നിട്ട് പോലും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്താണ് ചെയ്തത്? വചനം കൊണ്ട് നിറഞ്ഞു. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നമ്മിൽ വന്ന് നിറയാൻ ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തീഷ്ണതയോടെ ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയായി പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥനകൾ വഴിയും പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച വചനഭാഗം വായിക്കുന്നത് വഴിയും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. മൂന്നാമതായി, വചനം കൊണ്ട് നിറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനഭാഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനഭാഗങ്ങളെല്ലാം വായിച്ച് വചനം കൊണ്ട് നിറയാൻ നമുക്ക് പരിശ്രമിക്കാം.
ഈ 3 രീതിയിൽ ഒരുങ്ങിയാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ പെന്തക്കോസ്താ തിരുനാളിന്റെ അവസരത്തിൽ നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ എല്ലാവരിലും സമൃദ്ധമായി ഒന്നെന്നറിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ. ഈ പെന്തക്കോസ്താ തിരുനാൾ ദിവസം മറക്കാനാവാത്തൊരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി